ഹായ് ഹലോ നമസ്കാരം. അമുദാസ് മൾട്ടിക്കോർട്ടിലേക്ക് സ്വാഗതം. നമുക്കിന്ന് നല്ലൊരു മുട്ടക്കറി വെച്ചാലോ. ഏതിൻ്റെ കൂടെയും സൈഡ് ഡിഷായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറി. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിലേക്ക് എന്തൊക്കെ വേണം നോക്കാം. ഞാനൊരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 സവാള ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒന്ന് ഇട്ട് കൊടുക്കാം ആദ്യം. അതിൻ്റെ കൂടെ തന്നെ ഒരു 4 മീഡിയം തക്കാളിയാണിത്. അത് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം കട്ട് ചെയ്തത്. കൂട്ടത്തിൽ 1 ഇഞ്ച് കഷ്ണം ഇഞ്ചിയും ഒരു 15 അല്ലി വെളുത്തുള്ളിയും കൂടി ഉണ്ട്. അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വരാം. ഒരുപാട് പേസ്റ്റ് ആകണ്ട, കുറച്ച് തരിതരിപ്പായിട്ട്. ഞാനൊരു കടായി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ഇഞ്ച് കഷ്ണം പട്ട ഒരെണ്ണം ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 3 ഏലക്ക, 3 ഗ്രാമ്പു, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. മസാല എല്ലാം കൂടി ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അതിലേക്ക് ഒരു വലിയ സവാള പൊടിയായി അരിഞ്ഞതാണ്. അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് വഴറ്റി ഒന്ന് മൂപ്പിച്ചെടുക്കാം. സവാള മൂത്ത് ചെറുതായിട്ടൊന്ന് നിറം മാറണം. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. സവാളയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് ചേർത്ത് വെച്ചിരിക്കുന്ന തക്കാളി സവാള മിശ്രിതം ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടി ഉണ്ട് ഇതിനകത്ത്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഈ തക്കാളിയുടെയും ഉള്ളിയുടെയൊക്കെ വെള്ളം നന്നായിട്ട് വറ്റി വരണം. നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. 10 മിനിറ്റ് അടച്ചു കൊടുക്കാം. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്തതാ. ഇപ്പോൾ ഈ പരുവത്തിനായിരിക്കുകയാണ് തക്കാളി പേസ്റ്റ്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി. ഇത് നോർമൽ എരിവാണ്. 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ തന്നെ ഗരം മസാല. ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറി വരണം. നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചൂട് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 350 ml വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് അത്രയും തിക്നെസ് മതി ഗ്രേവിക്ക്. അവരവർക്ക് ആവശ്യമുള്ളതുപോലെ വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കാനുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടെ നമുക്ക് അടച്ചു കൊടുക്കാം. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, നന്നായി എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഒരു 10-15 കഷ്ണം ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ചൂടാക്കി പൊടിച്ച കസൂരി മേത്തി 1 ടീസ്പൂണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ക്രീം, ഫ്രഷ് ക്രീമാണ്. അത് വേണമെങ്കിൽ ചേർത്താൽ മതി. എൻ്റെ കയ്യിൽ കുറച്ച് ഉണ്ടായിരുന്നുകൊണ്ട് ചേർത്തോന്ന് മാത്രം. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി പാകത്തിനായിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റും കൂടെ അടച്ചു വെച്ച് കൊടുക്കാം നമുക്ക്. ഗ്രേവി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി മുട്ട ഗ്രേവിയാണ്. വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ട വരഞ്ഞിട്ട് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക്. തീ ഓഫ് ചെയ്ത് കൊടുക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റിയാണ്, എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി ഇതുപോലെ നല്ലൊരു ഐറ്റമായിട്ട് കാണുന്നത് വരെ നന്ദി, നമസ്കാരം.